ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് വരുമ്പോൾ മാതൃഭൂമിയിൽ ലോക്കൽ പേജിൽ ഒരു സിംഗിൾ കോളത്തിൽ ഒരു സംഭവം, ഈ മൂന്നാറെന്നാ, സൂര്യനിലേക്ക് പിന്നീട് ആ പേര് വരുന്നത്, ഞാൻ തന്നെ മൂന്നാറെന്നുള്ളതല്ലായിരുന്നു അവിടെയാണ്. അപ്പം എന്നെ അന്നേരം ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എന്നെ അത് സ്ട്രൈക്ക് ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഒരു കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് പഠിച്ച കുട്ടിയാണ് എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അവൾ ഇറങ്ങിപ്പോയി, ആരോടെങ്കിലും സ്നേഹം കൂടി പോയി, അല്ലാതെ പോയി എന്ന് പറഞ്ഞാലും ഒരു സ്കൂൾ കുട്ടിയല്ലേ അവൾ, അത്രയല്ലേ അതിന് വിവരമുള്ളൂ. അപ്പം അതിനുശേഷം ഇത്രയുമൊക്കെ എന്തൊക്കെയോ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടിയെയും അവരുടെ കുടുംബത്തെയും കുത്തിക്കൊണ്ടുള്ളൊരു വാർത്തയാണ് അന്ന് ആദ്യമായി. അത് പോലീസ് പ്ലാൻ ചെയ്ത് കൊടുത്തതാണ്. നമുക്കെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിൻഡ് ജേർണലിസ്റ്റുകൾ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം പലയിടത്തുകളിലുണ്ട്. പ്രാദേശിക ലേഖകരാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അത് പോലീസുകാരൻ കൊടുക്കുന്നത്. ഇപ്പം ആദ്യം ചോദിച്ച ചോദ്യമാണ്, നിസാമുദ്ദീനോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. പോലീസ് എഴുതി കൊടുക്കുന്ന സാധനം ഫോറസ്റ്റ് എഴുതി കൊടുക്കും. ഇന്നും എല്ലാവരും ചെയ്യുന്ന കാര്യം അതാണ്. ഇതിനകത്തുകൂടി ഭയങ്കരമായ നീതി നിഷേധം സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു. ഇന്നലെ എൻ്റെ മനസ്സിൽ ഇത് കടന്നിരുന്നു. ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു അവർ ത്രൂ ഔട്ട് ഞാനാണ് അന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ കുട്ടികൾ അന്ന് ഒരു ദിവസം വരുള്ളൂ. അപ്പോൾ ഒരു പീരീഡ് തീരുന്നതിന് മുമ്പ് ഞാൻ ഈ റജിയോട് പറഞ്ഞു, റജി ഇങ്ങനൊരു പത്രം, നമ്മുടെ ഓഫീസിൽ പത്രം ഉണ്ടല്ലോ, അതൊന്ന് എടുത്തുകൊണ്ട് വന്നു. റജി ആ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, ഈ വാർത്തയൊന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടിയുള്ളൊരു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ മാത്രം ക്ലാസ് എടുക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് ആഴ്ചയിൽ ഒരു ദിവസം വരുന്നു പല സ്ഥലങ്ങളിലും. അപ്പോൾ അവരോട് അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? അപ്പോൾ ഞാനിത് റജി വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയെല്ലാം പെൺകുട്ടികളാണ്. റജി ഒഴികെ ബാക്കി എല്ലാവരും പെൺകുട്ടികളാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു ഈ വാർത്ത വായിച്ചിട്ട്. അവരിങ്ങനെ അങ്ങനെ നോക്കിയിരുന്ന എല്ലാവരും വളരെ ഇതായിട്ട് പറയും, PG സ്റ്റുഡൻസ് അല്ലേ. അത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തോന്നിയില്ലേ ഇതൊരു സ്കൂളിൽ, ഒരു കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് പഠിച്ചൊരു കുട്ടിയാണ്, അവർക്ക് അത്രയല്ലേ പ്രായമുള്ളൂ, അത്രയല്ലേ വിവരമുള്ളൂ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ റൈറ്റുണ്ട്. അതൊന്നും ഒന്ന് നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്നില്ല ആ കാര്യം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലേ, അനുഭവിക്കട്ടെ എന്നുള്ളൊരു നാടൻ യുക്തി എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് സാറേ, അതങ്ങനെ പാടില്ലാത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ വീട്ടിലൊന്ന് പോയി ഇത് അന്വേഷിച്ചിട്ട് വരാം, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. സാറ് പോയിട്ട് വരാം. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുമ്പോൾ പിന്നെ ദശാമനിയുടെ മാത്യുവിനെ ഞാൻ ചെന്നിട്ട് വിളിച്ചു. അപ്പം ഞാൻ മാത്യുവിനോട് പറഞ്ഞു, മാത്യുവിനൊരു ബൈക്കുണ്ട്, ഞാൻ രണ്ടും കൂടെ വിട്ടടിച്ച് പോയി. അവിടെ ചെന്ന് ഇവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അവരെ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത ആ വാർത്തയിലൂടെയാണ് ആ പ്രശ്നം ആരംഭിക്കുന്നത്. അന്ന് അവിടെ പോയി, അതിനുശേഷം അവരെ കണ്ടു. എന്നിട്ട് ഒന്നുമില്ല, അന്ന് ഈ പറയുന്ന വിധത്തിൽ ആരും അവരുടെ കൂടെ ഇല്ല, ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് അന്നും സമാശ്വസിപ്പിച്ചിട്ട് പോന്നു. ഞാൻ അത് കഴിഞ്ഞ് കൊച്ചിയിൽ പോയി അഡ്വക്കേറ്റ് AX വർഗീസിനെ കണ്ടു. കാരണം കേസ് പോയിട്ട് അവിടെ ഉണ്ടല്ലോ, അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലാതെ അവരുടെ പക്ഷത്തൊന്നും ആരും ഇല്ലെന്ന്. ഞാൻ AX വർഗീസിനെ കണ്ടു ഹൈക്കോടതിയിൽ. അപ്പോൾ ഈ പ്രതികളെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല, പ്രതികളെല്ലാം അവിടെ കിടന്ന് വിലസുകയും ഇവരെ പേടിപ്പിക്കുക, എന്ത് ഭീകരാവസ്ഥയെന്നറിയോ. ഞാൻ AX വർഗീസിനെ പോയി കണ്ടിട്ട് അപ്പം ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, ഹൈക്കോടതിയിൽ റിട്ടിട്ടാണെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള നീക്കം ഞാൻ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പോയി കണ്ടു, അതെല്ലാം ഏർപ്പാടാക്കി തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ടും ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നു എന്നുള്ളതുകൊണ്ട് ഒന്നും എങ്ങോട്ട് നീങ്ങുന്നില്ല, ഒരു ഇഞ്ച് നീങ്ങുന്നില്ല. അത് ഭരണരാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുണ്ട്, പലതുമുണ്ട്. അങ്ങനെയാണ് ആദ്യമായി ഭൂമി മലയാളത്തിൽ ആദ്യമായി ഇരട്ടയാറ്റിൽ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നു. ഇരട്ടയാറ് പള്ളിയിലെ പെരുന്നാളിൻ്റെ അത്ര ആളുണ്ടായിരുന്നു. നമസ്കാരം, ഇടുക്കി കടയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി BB രാജനാണ്. ഇങ്ങനെ ഈ PSC സമരം, ഇതുപോലുള്ള സമരങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. സമരങ്ങളൊക്കെ തന്നെ മൊത്തത്തിൽ വല്ലാതെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഇഷ്യൂസൊക്കെയാണ്. അതുമായി നിൽക്കുന്ന ഒരു സമയത്താണ് എന്നേക്കാൾ വളരെ മുതിർന്ന ഒരാളാണ് PO മോഹൻ. അപ്പോൾ മോഹൻ എന്നെ അറിയാം, എനിക്ക് മോഹനെ അറിയാം. അപ്പോൾ മോഹൻ അന്ന് കുറച്ച് പ്രസിദ്ധീകരണങ്ങൾക്കിടയ്ക്ക് ഫീച്ചർ റിപ്പോർട്ടുകളൊക്കെ എഴുതി പോകുന്ന ഒരു അതന്നെ, അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. മോഹൻ എന്താണോ ഞാൻ ഒന്നാമത് ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നു, വ്യത്യസ്തമായി ഇടപെടുന്നു എന്നുള്ളതിൽ എന്നോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എന്നെ ഭയങ്കരമായി നിർബന്ധിക്കും. രാജൻ ഇങ്ങനെ ഈ ഇടുക്കി പോലെ, ഇതിപ്പോൾ കാട്ടുമൂലയാണ്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ രാജൻ എഴുത് എന്ന് പറയും. എന്നെ അങ്ങ് നിർബന്ധിക്കും. അങ്ങനെ ഒരു ദിവസം എന്തോ പിടിച്ച പിടിയാലെ എന്ന് പറയുന്ന പോലെ മോഹനന് ഒരു ദിവസം വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് കുറച്ച് പേപ്പർ ന്യൂസ് പ്രിന്റ് കട്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി, പുള്ളി കേരള ശബ്ദത്തിൽ പോയിട്ട് വരുമ്പോൾ എടുത്തുകൊണ്ട് വരുന്ന
അതൊരു കെട്ട് എനിക്ക് കൊണ്ടുതന്നു, ഒരു കഷ്ണം കൊണ്ടുതന്നു. രാജന് ഒരു സാധനം എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പുള്ളിയുടെ ഒരു നിർബന്ധം സഹിക്കുക ചെയ്യാവുന്ന ഒരു സാധനം എഴുതി കൊടുത്തു. എന്ന് മാത്രമല്ല, അത് പുള്ളി എൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ അന്ന് ഈ ഫോണൊന്നുമില്ല. അപ്പം ഞാൻ ഈ കേരള ശബ്ദമൊക്കെ വായിക്കുമല്ലോ, ഇതെല്ലാം വായിക്കുമല്ലോ. പിറ്റേ ആഴ്ച നോക്കിയപ്പോൾ അത് കേരള ശബ്ദത്തിൽ VV രാജൻ എന്നൊക്കെ പറഞ്ഞ് ലേഖനം കിടന്നിട്ടുണ്ട്. ഏതോ ഒരു അന്താരാഷ്ട്ര ലേഖനം അല്ലേ? അത് കേട്ടു, അതന്നെ, അത് ഇന്റർനാഷണൽ ഇഷ്യൂ ആയിരുന്നു ഞാൻ എഴുതിയത്. അപ്പോൾ അത് കട്ടപ്പനക്കാരൻ ഇരട്ടയാറുകാരൻ ഒരു ഇന്റർനാഷണൽ ജനീവ കൺവെൻഷനെ കുറിച്ച് എഴുതുന്നു. അതന്നെ. മോഹൻ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അതിന്റെ പൈസയൊക്കെ വാങ്ങിക്കണ്ടേ, നമുക്കൊരു ദിവസം പോകാൻ തോന്നുന്നു. അടുത്ത റൗണ്ട് വീണ്ടും കുറച്ച് എന്തൊക്കെയോ എഴുതിച്ചെൻ്റെ നിന്ന് വാങ്ങിച്ച് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പുള്ളി കൊല്ലത്ത് പോകും. ആരായിരുന്നു എഡിറ്റർ? പ്രഭാകരൻ പുത്തൂർ സാറല്ലേ? പുത്തൂര്. ഈ സെയിം ടൈമില് ഞാൻ രഞ്ജിത്തിന്റെ വീട്ടില്, അപ്പൊ ഞങ്ങള് കോളേജ് ഒന്നിച്ച് നടത്താണല്ലോ, ബാബു സാർ ഓർക്കുന്നില്ലേ? അപ്പോൾ രഞ്ജിത്തിന്റെ വീട്ടില് ഞാൻ പത്രം ഒന്ന് മാറിയിടാൻ പറഞ്ഞു, മാറ്റം എന്നുള്ളതിന്റെ കേരളമതി വരുത്താൻ പറഞ്ഞു. അങ്ങനെ കേരളമതി വരുത്തുന്നു. രഞ്ജിത്ത് തന്നെ ഒരു ദിവസം എന്നെ എടുത്ത് കാണിക്കുന്നു, അവിടെ അവർ ലേഖനം ക്ഷണിച്ചുകൊണ്ടെന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിൽക്കുകയാണ്. എന്നാ അയക്കാന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു കത്തയച്ചു. അവർ വിളിച്ചു, ടെസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാനായിരുന്നു ഒന്നാമത്. ഞാൻ പോസ്റ്റിംഗ്. അവർ തൊടുപുഴയാണ് വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞു തൊടുപുഴ എനിക്ക് പറ്റില്ല, ഞാൻ കട്ടപ്പനയാണ് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേരളമതിക്ക് ആദ്യമായി ഒരു ആളെ പോസ്റ്റ് ചെയ്യുന്നതും അവരുടെ ജില്ലയുടെ റിപ്പോർട്ടറായി ചുമതല തരുന്നതും. ശാന്തഭവൻ കാലം. അത് കഴിഞ്ഞ് ഞാൻ ശാന്തഭവനിൽ ഓഫീസ് തുടങ്ങുന്നത്. ആദ്യം നമ്മുടെ കോളേജിലായിരുന്നു, അവിടെ നിന്നായിരുന്നു ഓപ്പറേഷൻസ്. അപ്പൊ ഈ യോഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വല്ലാതെ ആളുകൾ കൂടുന്നു. അങ്ങനെ വന്നു. അതെന്ന് വെച്ചാൽ വാർത്ത എഴുതിയത് കൊണ്ട് മാത്രം പ്രശ്നമല്ല, ജനങ്ങൾ, അതായത് തെരുവുകൾക്ക് ഭയങ്കരമായ ഒരു ശക്തിയുണ്ട്. അത് ഞാൻ ജീവിതത്തിൽ മുഴുവൻ അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നെ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ 1-ാം പേജ് വന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തെരുവിൽ 4 പേര് കൂടി നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചന്തക്കവലൊരു മൈക്ക് വെട്ടിയിട്ട് 4 തെറി പറയുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഇതിലൊന്നും ഉണ്ടാവില്ല. നീതി നിഷേധത്തിനെതിരെ കേരളത്തിലെ തെരുവുകൾ എല്ലാ കാലത്തും ശബ്ദിച്ചിട്ടുണ്ട്. ആ ശബ്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുള്ള രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ആൾക്കാർ അത് കേൾക്കാൻ നിന്നിട്ടുമുണ്ട്. അത് അവരുടെ ചിന്തകളെയും രാഷ്ട്രീയത്തെ എല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കാണിച്ചതാ, 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇല്ല. അവര് പത്രം നോക്കാറില്ല, ചാനലുകൾ വായിക്കാറില്ല, വോട്ട് പോലും ചെയ്യാറില്ല. താഴെത്തട്ടില് സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യങ്ങൾ എന്ന് അറിയുകയും ചെയ്യുന്ന ജോലിയാണ് പത്രപ്രവർത്തനം. അപ്പം പത്രപ്രവർത്തനം എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെ ഇടപെടേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കലാണ് പത്രപ്രവർത്തനത്തിന്റെ ജോലി. ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കലാണ് ആരുടെ ജോലി? നിയമനിർമ്മാണ സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ പ്രതിനിധികളുടെ ജോലി. അതേ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കലാണ് പത്രപ്രവർത്തനത്തിന്റെ ജോലി. അത് പ്രസ് ക്ലബ്ബിൽ പോയിരുന്ന് അവരെഴുതി തരുന്ന സാധനം കൊണ്ട് അതിൽ വാർത്തയാവും? അത് അടിക്കുകയാണെങ്കിൽ വാർത്തയാവും? ഇല്ലല്ലോ. അപ്പോൾ സമൂഹത്തിന്റെ ജീവിതത്തിനകത്ത് തന്നെയാണ്. ഇപ്പോൾ പണ്ട് ഈ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത് മീഡിയയിലൂടെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. മാനിപ്പുലേഷൻ എല്ലാ കാലത്തും ഉണ്ട്. ഇത് ആ മാനിപ്പുലേഷന് വെളിയിൽ നിൽക്കാനുള്ള വിവേകം പൗരനാണ് ഉണ്ടാകുന്നത്. പൗരനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇരട്ടയാർ റൂൾസ് പഠിച്ചപ്പം സ്കൂളിൽ പോകുന്നതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ താല്പര്യമില്ലായ്മ? അതെന്താണെന്ന് സത്യത്തിൽ എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. സ്കൂളിലൊന്നല്ല, കോളേജിലൊന്നല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചരിത്രത്തിലുണ്ട്, MPhil പാസ്സായിട്ടുണ്ട്, ഡിസർഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് MPhil ഇല്ല. ഞാൻ PhD ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. പിന്നെ ഞാൻ ആലോചിച്ച് എന്തിനാണ് ഞാൻ PhD എടുക്കുന്നത്? ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല, അതൊന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. പിന്നെ ജേർണലിസ്റ്റ് ആയിരുന്നു, ഞാൻ അതിൻ്റെ PG ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരു കോളേജിലും പഠിച്ചിട്ടില്ല. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിത്തം നിർത്തി, ഒരു കൊല്ലം പഠിക്കാതിരുന്നു. എന്തായാലും പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഈ ജനിച്ചു കഴിഞ്ഞാൽ പഠിച്ചേ മതിയാവുള്ളല്ലോ. അപ്പം ഞാൻ വീണ്ടും വന്ന് 5-ാം ക്ലാസ്സിൽ വീണ്ടും ചേർന്ന് പഠിച്ചു. 8-ാം ക്ലാസ്സിൽ വെച്ച് വീണ്ടും ഞാൻ പരിപാടി നിർത്തി. ഒരു 3 മാസം, ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിക്കുടത്തിൽ പോകാതായി. തുടർന്ന് 6 മാസം ഞാൻ പള്ളിക്കുടത്തിൽ പോയില്ല. അതോടുകൂടി തന്നെ ഞാൻ പള്ളിക്കുടത്തിൽ പഠിത്തമൊക്കെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഹെഡ് മാസ്റ്റർ മഞ്ചേരിച്ചന് പ്രത്യേക, പുള്ളിയെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ചിലരൊക്കെ പറയുമ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായ മനുഷ്യനെന്നൊക്കെയാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും സോഫ്റ്റായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ പള്ളിക്കുടത്തിൽ കൂടെ പറഞ്ഞു തരും. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം, ഈ 6 മാസത്തിനിടയിൽ 2-3 പ്രാവശ്യം അദ്ദേഹം നടക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ ഇല വരികയും വീട്ടിൽ കയറുകയും എന്നെ പള്ളിക്കുടത്തിൽ വരാത്തെന്നൊക്കെ ചോദിക്കുകയൊക്കെ എന്നോട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം ഫൈനൽ എക്സാമിൻ്റെ സമയം വന്നു. സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ തലേ ദിവസം
അച്ഛൻ വീട്ടിൽ വരിക. വീട്ടിൽ വന്നിട്ട് ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുന്നു എന്നോട്. അപ്പോൾ അതിലെങ്ങനെ നടക്കാൻ പോയപ്പം കയറിയതാണെന്നുള്ളൊരു മട്ടിലാണ് വരുന്നത്. പക്ഷേ എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ് കൃത്യമായിട്ടും. എൻ്റെ അടുത്ത് പള്ളിക്കുടുത്തി പറയണോ, അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ പരീക്ഷ എഴുതിക്കോളാം. അതെങ്ങനെയാണ്, നീ 6 മാസമായി പള്ളിക്കുടുത്തി വന്നിട്ട് പിന്നെ എങ്ങനെ പരീക്ഷ എഴുതുന്നത്? ഒരു ദിവസം നീ നാളെ പള്ളിക്കൂടം അടയ്ക്കും, രാവിലെ പള്ളിക്കുടുത്തി വരണം എന്ന് പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തൊടുപുഴയിലോട്ട് താമസം മാറുന്നല്ലേ? തൊടുപുഴയിൽ നമുക്ക് അവിടെ ഒരു വീടും സ്ഥലവും ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒഴിപ്പിക്കപ്പെട്ട് കിട്ടിയിട്ടുള്ള അങ്ങനെ ശാസ്താൻ പറയല്ലേ. അപ്പോൾ അത് ഒന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പഠിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ തൊടുപുഴ അപ്ലൈ ചെയ്തില്ല. അത് എന്താണെന്ന് എനിക്കറിഞ്ഞു. തൊടുപുഴ അപ്ലൈ ചെയ്യണമെങ്കിൽ തൊടുപുഴ കോളേജിന്റെ തൊട്ടടുത്ത് എന്താ, ഞാൻ മൂവാറ്റുപുഴ അപ്ലൈ ചെയ്യുന്നു, അവിടെ ചെല്ലുന്നു. അപ്പം എനിക്ക് ഈ പള്ളിക്കൂടം അന്നത്തെ എൻ്റെ ഒരു മനസ്സ് വ്യത്യസ്തമാണ്. എനിക്ക് ഈ കോളേജിൽ പോയി പഠിക്കാമെന്നല്ല. ഒന്നാമത് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തത്. അപ്പം അതും എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. ഒരു കുഴപ്പം പിടിച്ച ഒരു വിദ്യാർത്ഥിയാണ്, കണ്ടാൽ തോന്നത്തില്ലേലും. അപ്പം അത് കഴിഞ്ഞ് ആ ഒരു ടൈമില് എന്നെ ഒടുവിൽ കോളേജിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം തിരിച്ച് പിന്നെ തൊടുപുഴയില് ഒരു പാരൽ കോളേജ് ഉണ്ട്. ചുമ്മാ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. ആർട്സ് സബ്ജക്റ്റ് എനിക്കൊന്നും ഇഷ്ടമാണ്. ഞാൻ 3rd ഗ്രൂപ്പ് എടുത്ത് കുറച്ച് നാൾ പഠിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ അന്ന് ഈ SFIക്ക് ഒന്നും വലിയ റോളില്ല കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ. KSU ടീമിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് സീനിയേഴ്സ് അടക്കമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഞാനൊരു മൈലേജ് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട സീറ്റ് കിട്ടുന്ന അങ്ങനെ വന്നതാണ്. അല്ലാതെ ഞാൻ അവരുടെ പാർട്ടിയായിട്ടൊന്നും ബന്ധമില്ല. ആ സമയത്ത് ഞാൻ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ജില്ലയിലെ ഓർഗനൈസറാണ്. ഞാനൊരു വളരെ കൂടുതൽ വായിക്കുന്ന സ്വഭാവത്തിൽ. ആദ്യമൊക്കെ ഈ വായിക്കാൻ എനിക്കധികം സമയം വേണ്ട. ഫാസ്റ്റ് റീഡിങ്. ഇന്നും അതെ. ഞാനിപ്പം പറയുന്നതിനകത്ത് വേണമെന്നൊരു ഫാക്ച്വൽ എറേഴ്സ് ധാരാളം വരും. പക്ഷെ ആശയപരമായി ഒരു പ്രശ്നവും. ഞാനൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിലെ ഒരു വർഷമോ തീയതി ഇതൊന്നും എൻ്റെ തലയിൽ നിൽക്കില്ല. ഞാനത് ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് അത് ആവശ്യമില്ല. അന്നത്തെ കാലത്ത് വളരെ ആവശ്യമായിരുന്നു. ക്വിസ് കോമ്പറ്റീഷന്റെ ആവശ്യം ഇന്നില്ലല്ലോ. ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത എന്താ ഉള്ളത്? അപ്പോൾ നമ്മൾ ഈ വായിച്ചാണല്ലോ ആ കാലഘട്ടത്തിലോട്ട് കലാകൗമുദി വായനയിലോട്ട് എത്തുന്നത് അല്ലേ? അതായത് ഞാനൊരു 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നാലും ഞാൻ പള്ളിക്കൂടത്തിൽ പോകാതിരിക്കുന്ന സമയത്തും കലാകൗമുദിയുടെ റെഗുലർ റീഡറാണ്. വി രാജനെ പിന്നെ അടിസ്ഥാനപരമായിട്ട് പിന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർഷകരോട് ഒരു പ്രതിബദ്ധതയുണ്ട്, ഇടുക്കി ജില്ലയോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ഞാൻ അനുഭവ പരിജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്, ജീവിക്കാൻ വേണ്ടിയും കുടുംബം പുലർത്താൻ വേണ്ടിയും പണിയെടുക്കുന്ന, അതിനുവേണ്ടി നിരന്തരം സ്ട്രഗിൾ ചെയ്യുകയും അതിലേക്ക് എത്താതെ വരികയും സ്വപ്നങ്ങളിലേക്ക് എത്താതെ വരികയും ചെയ്യുന്ന കർഷക തലമുറയാണ്. അവർ ഈ എൻ്റെ അറിവിൽപ്പെട്ടുള്ള, എൻ്റെ കൊച്ചു പ്രായത്തിലെ അറിവിൽ തുടങ്ങി ഇപ്പോൾ വരെയുള്ള അറിവുകൾ വെച്ചിട്ട്, അറിവുകളൊന്നും വലിയൊരു കാര്യമല്ല. ആ ഓരോ അറിവിൻ്റെ അടിസ്ഥാനത്തിലും ഇവരെന്തെങ്കിലും ദ്രോഹം ആരോടെങ്കിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മണ്ണിപ്പണിയെടുക്കുന്നു, മക്കളെ വളർത്തുന്നു, ജീവിക്കുന്നു. പള്ളിയിൽ പോകുന്നവനാണ് പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കുന്നു, അമ്പലത്തിൽ പോകുന്നവനാണ് അവിടെ കൊടുക്കുന്നു. അവരുടേതായ ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ പരിപ്രയിൽ ജീവിക്കുന്ന ഒരു കർഷക ജനത. ഈ കർഷക ജനതയെ എന്നും കുറ്റവാളികളാക്കുന്നു. അവർക്കിടയിൽ നിന്ന് അവരുടെ പക്ഷത്ത് നിന്നിട്ട് സംസാരിക്കാനോ ഉറച്ചു നിൽക്കാനോ ആരുമില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരില്ല. കാർഷിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 10-17 വയസ്സ് ഉള്ള സമയത്ത് തന്നെ ധാരാളം ഇഷ്യൂസ്, ചെറുതും വലുതുമായ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് അതിനുള്ള പ്രതികരണങ്ങൾ സംഘടിപ്പിക്കുകയും കർഷകർ അന്ന് ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ഞാനുമായി വ്യക്തിപരമായി സഹകരിച്ച് വന്നിരുന്നത് കേരള കോൺഗ്രസിൻ്റെ ആളുകൾ. അന്ന് കേരള കോൺഗ്രസിന്റെ VT സെബാസ്റ്റ്യൻ വളരെയധികം ഞങ്ങളുടെ യോഗങ്ങളിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ധാരാളം ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഭാഗമല്ല. എന്നാൽ എനിക്കൊരു നക്സലൈറ്റ് പശ്ചാത്തലം ഉണ്ടെന്ന് ഈ VT സെബാസ്റ്റ്യനൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷെ അവര് ഈ യോഗങ്ങളിൽ വരും. എന്തായിരുന്നു ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്? അതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഇപ്പോഴും ഒരു നക്സലൈറ്റാണ്. അപ്പൊ പിന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം. അതിനകത്ത് കുറച്ച് അരാജകവാദമുണ്ട്, കുറച്ച് അങ്ങേയറ്റം വ്യക്തിവാദമുണ്ട്, വ്യക്തിപരമായ സാഹസികതയുണ്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യനെന്ന് വിളിക്കപ്പെടാനാണ് എനിക്ക്. ഒന്നിനും പണയം വെക്കാത്തൊരു മനസ്സുണ്ടാവുക, മനസാക്ഷി ഉണ്ടാവുക.